ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കോട്ടയം ജില്ലയിലെ മണർകാട് നിന്ന് ഏറ്റുമാനൂർക്കുള്ള ബൈപ്പാസിൻ്റെ അരികിലുള്ള നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന അതിസുന്ദരമായ സായാഹ്നങ്ങളിൽ കാഴ്ചകൾ നൽകുന്ന ഒരു സ്ഥലത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ജനസാഗരത്തോടു കൂടിയ ഒരു ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. ശനിയും ഞായറും നല്ല തിരക്കുള്ള സമയമാണ് ഇവിടെ. വൈകുന്നേരങ്ങളിൽ നാലുമണിക്കാറ്റിലെ കാറ്റ് കൊണ്ടിരിക്കുവാനും ഇവിടുത്തെ ചെറിയ കടകളിലെ പലഹാരങ്ങൾ, ചെറുകടികൾ, എല്ലാവിധ സാധനങ്ങളും ഉള്ള കൗണ്ടറുകളും പല കടകളായിട്ട് ഇവിടുത്തെ ചേച്ചിമാർ നടത്തുന്നുണ്ട്. ഓരോ കൗണ്ടറിലും പല വിഭവങ്ങളാണുള്ളത്. ഒരു കടയിൽ ഏത്തക്കാപ്പവും അങ്ങനെ ചെറുകടികളാണെങ്കിൽ അടുത്ത കടയിൽ ഉള്ളിവടിയായിരിക്കും, അതിൻ്റെ അടുത്ത കടയിൽ കപ്പയും മീൻകറിയായിരിക്കും. അങ്ങനെ ചെറുകടികളെല്ലാം തന്നെ ഉണ്ട്. നെല്ലിക്കായ, നാരങ്ങായ, അങ്ങനെയുള്ള സാധനങ്ങൾ, നാരങ്ങ വെള്ളം, ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനകത്ത് ഗൂഗിൾ പേ ആണ് ഇവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ക്യാഷ് കൊടുത്താലും വാങ്ങിക്കും, എന്നാലും ഗൂഗിൾ പേ ആണ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ആംബിയൻസോട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ ശാന്തമായ സ്ഥലമാണ്. വളരെ ക്ലീനായിട്ട് ഇപ്പം ഈ അടുത്ത ഒരാഴ്ചയായിട്ടുണ്ടാവുള്ളൂ അതൊന്ന് ക്ലീൻ ചെയ്ത് ചേച്ചിമാരൊക്കെ നല്ല ഹൈജീനിക്കായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, വൃത്തിയോടുകൂടി തരുന്നു. നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ അന്നേരം ഉണ്ടാക്കി തരുന്നതാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഞങ്ങൾ വന്ന് കുടുംബസമേതം എല്ലാവരും കൂടി ആസ്വദിക്കുന്നു. എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നു, കുടുംബസമേതമാണ്. നിങ്ങൾ വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ നാലുമണിക്കാറ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നാലുമണിക്കാറ്റ് കിട്ടും. ലൊക്കേഷൻ അടിപൊളിയാണ്. വൈകുന്നേരങ്ങൾ വന്ന് കുടുംബസമേതം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ചേച്ചിമാരുടെ വിഭവസമൃദ്ധമായ പലഹാരങ്ങളെല്ലാം ചെറിയ വിലയുള്ളൂ. ഏത്തക്കാപ്പൂ 12 രൂപ, ചെറുകടികൾക്കൊക്കെ 10 രൂപയേ ഉള്ളൂ. അതുപോലെ പായസമുണ്ട്, അത്യാവശ്യം ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, മീൻകറിയുണ്ട്, കപ്പയുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, ദോശയുണ്ട്. ഓരോ കൗണ്ടറുകളിൽ ഓരോ വിഭവങ്ങളുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല അമ്മ ഇരുന്ന് സുഖിയനോ ഉഴുന്നുവടയോ ഉള്ളിവടയൊക്കെ കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വള്ളം കണ്ടു, നാച്ചുറലായിട്ട് ഇതിപ്പടം ഉണ്ടാക്കിയേക്കുന്ന വള്ളത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയേക്കാണ്. ആ പരിസരം നോക്കുക, നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വരുന്ന ആൾക്കാർ അതുപോലെ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരങ്ങൾ കുടുംബസമേതം വന്ന് കാഴ്ചകൾ കണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുന്ന, മനസ്സിന് കുളിർമയുണ്ടാകുന്ന കാഴ്ചകൾ കിട്ടിപ്പോകാൻ പറ്റിയ നല്ല സുന്ദരമായ സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ മണർകാടുള്ള നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന വിശ്രമ കേന്ദ്രം. വളരെ നല്ല രീതിയിൽ സൊസൈറ്റിയും പഞ്ചായത്തും അത് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കുവാനുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. അതൊന്നും നമ്മൾ കേടുവരുത്താതെ സൂക്ഷിക്കുക. കുട്ടികൾ ആസ്വദിച്ച് കളിക്കുക, എത്ര നേരം വേണമെങ്കിലും കളിക്കാം. അതിനൊന്നും ഫീസില്ല, ഫ്രീ ആണ്. നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വീണ്ടും ഉപയോഗിക്കേണ്ട എന്നുള്ള ചിന്തയോടുകൂടി കുട്ടികളെ പരിശീലിപ്പിക്കുക. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. നല്ല തിരക്കുണ്ടെന്ന്. ഇതൊരു സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കളിപ്പാട്ടമാണ്. ചക്ക കൊണ്ട് സിമെന്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ ഒരുപാട് പേരെടുക്കുന്നുണ്ട്. പിള്ളേർക്ക് അതേ കൂടെ നടന്ന് കയറി മോളിൽ കൂടെ സിസോ പോലത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിള്ളേർ മോളിൽ വരുന്നു. അതെല്ലാം അവിടെ ഇരിക്കുന്ന സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണെങ്കിലും വളരെ നാച്ചുറാലിറ്റി, ഒറിജിനൽ തോന്നുന്ന രീതിയിലാണ് പിള്ളേർ അതിനകത്തൂടെ ഇറങ്ങി വന്ന് താഴെ വരുന്നു. പിന്നെ അപ്പുറം വഴി നടന്നു കയറുന്നു, അതേ കയറി താഴെ നിരങ്ങുന്നു. വളരെ രസകരമായി പിള്ളേർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന, കുട്ടികൾ വീണ്ടും വരണം ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പരിപാലിക്കുന്ന നോക്കി അവിടെ എത്ര വൃത്തിയായിട്ടാണ്. നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളും വൃത്തിഹീനമാണെങ്കിലും ഇതുപോലെ എത്ര നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും അവശിഷ്ടങ്ങളും വേസ്റ്റുകളും മാലിന്യങ്ങൾ തള്ളിയിട്ട് പോരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ നിങ്ങൾക്കായിട്ട് ഇനിയും ഞങ്ങൾ ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇവിടെ വരിക, കാണുക, ആസ്വദിക്കുക. ഉണ്ടാക്കുന്നത് പരിപ്പോടെയാണ്. അല്ല, ഓരോ കൗണ്ടറിനും ഓരോ വ്യത്യസ്തതയുണ്ട്. പരിപ്പോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് പരിപ്പോടെ നല്ല നാച്ചുറൽ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത്. നോക്കി നന്നു ഉപയോഗിച്ച് ഞങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് കിട്ടുന്നില്ലാതെ ചേമ്പൂഴിങ്ങളുണ്ട്. ചേമ്പൂഴിങ്ങളുള്ളത് ഓരോരോ കൗണ്ടറും ഓരോ വ്യത്യസ്തതകളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കോട്ടയം വന്നാൽ തീർച്ചയായും കാണുക, ആസ്വദിക്കുക. അടുത്ത കൗണ്ടറാണ്. ഇവിടെ കാച്ചിൽ കുഴിക്കും മുളക് ബജ്ജിയുണ്ട്. പിന്നെ കാച്ചിൽ കുഴിക്കും. ഓരോ കൗണ്ടറുകളും അതിസുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ. മാത്രമല്ല നല്ല ഹൈജീനിക് ആ രീതിയിലാണ് തരുന്നത്. ചേച്ചിമാരൊക്കെ ഗ്ലൗസൊക്കെ ഇട്ട് നല്ല രീതിയിലുള്ള, നമുക്കൊരു കസ്റ്റമർ വരുന്നത് എങ്ങനെയാണ് അവരെ സ്വീകരിക്കേണ്ട ആ രീതികളെല്ലാം തന്നെ ഇവിടെ പാലിക്കുന്നുണ്ട്. മണ്ണാടെ പുതിയതായിട്ടാണോ ഈ രീതി? പുതിയതായിട്ട് ഇപ്പോൾ ഒരാഴ്ചയല്ലോ ചേച്ചി? ഒരാഴ്ച
നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. ഇവിടെ വരണം. ഇവിടെ കോട്ടയംകാരും കോട്ടയത്തിനും അടുത്തുള്ള ജില്ലക്കാരെല്ലാം വരിക, ആസ്വദിക്കുക. വെട്ടിക്കെട്ട് സംഭവമാണ്. കപ്പയും മീൻകറി ഉണ്ടോ? അത് വ്യത്യസ്തമാണല്ലോ. ഓ അടിപൊളി അടിപൊളി. നല്ല കച്ചവടമൊക്കെ ഉണ്ടോ കപ്പയും മീൻകറി? എന്ത് മീനാണ്? ആ എത്രയാണ് അതിന് റേറ്റ് വരുന്നത്? മീൻകറി കപ്പയും മീൻകറിക്കും? ഓ ഓ ഓ ഓക്കെ. ചേച്ചി ഇവിടുത്തെ പ്രത്യേകത എന്നാ ചേച്ചി? എന്നൊക്കെയുള്ള ഇവിടെ? ചായ ഉണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കൗണ്ടറുകളിൽ ഓരോ സാധനങ്ങളാണ്. എല്ലാ കൗണ്ടറിലും എല്ലാ സാധനവും കിട്ടത്തില്ല. ഓരോ കൗണ്ടറിൽ പോകാൻ മതി. നല്ല ജനതിരക്കാണോ? നല്ല ജനതിരക്കാണ്. മണർകാടി വരിക, 4 മണിക്കാറ്റ് നോക്കുക. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിസുന്ദരമായ കാഴ്ചകളാണ് 4 മണിക്കാറ്റ് പറ്റുന്നത്. സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അതിവിശാലമായ പാടശേഖരത്തിന് അടുക്കൂടെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും സുന്ദരമായ സ്ഥലം, ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇതുപോലൊരു കാഴ്ചകൾ കാണാനും ഇങ്ങനെയൊരു കൗണ്ടറുകൾ ഉണ്ടാകാനും ഇതൊക്കെയാണ് കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വരിക, ആസ്വദിക്കുക. ചേച്ചി ഇവിടെ എന്നൊക്കെയാ ഉള്ളത്? അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ? ഇത് ഓരോ കൗണ്ടറിൻ്റെ പ്രത്യേകത നോക്കും. ഓരോ കൗണ്ടറും നല്ല ഫ്രഷായിട്ട് അത് നീറ്റായിട്ടുണ്ടാക്കുന്നത്. ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. എണ്ണ തന്നെ കണ്ടു നോക്കാം. നമ്മുടെ വെള്ളം കിടക്കുന്ന പോലെ കിടക്കുകയാണ് വെളിച്ചെണ്ണ. ഇത്രയും കൃത്യമായിട്ടാണ് വൃത്തിയോടുകൂടി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നൊരു കട. ഇഷ്ടപ്പെട്ടാൽ മണർകാറ്റ് വരിക. നല്ല ക്രൗഡുണ്ടോ? തീർച്ചയായിട്ടും നല്ല ആംബിയൻസുള്ള സ്ഥലമാണ്. വരിക, ആസ്വദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോകളോട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നോക്കുക റോഡ് അതുപോലെ ജനസാഗരമാണ് 4 മണിക്കാറ്റിൻ്റെ ശേഷം. 4 മണിക്കാറ്റ് ഇത്രയും ജനം വന്നിട്ടേക്കുന്നത് ഇവിടുത്തെ ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആംബിയൻസാണ്. കുടുംബസമേതമാണ് എല്ലാവരും വരുന്നുണ്ട്. വാഹനങ്ങളുടെ വലിയ നോക്കുക. ഈ സുന്ദര കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും കൗതുകം പരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും 4 മണിക്കാറ്റിൽ വന്ന് വൈകുന്നേരങ്ങളിൽ കിട്ടും. പകൽ സമയത്ത് നല്ല ചൂടാണെങ്കിൽ, ഈ ചൂട് കാലമാണ്, വൈകുന്നേരങ്ങളിൽ വന്ന് ഈ കാഴ്ചകൾ കാണുക, കുടുംബസമേതം എൻജോയ് ചെയ്യുക. വളരെ നല്ല സുന്ദര കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോ ചെയ്യുവാൻ പ്രചോദനമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഇവിടെ വരുന്നവർ പരിസരം നന്നായിട്ട് വൃത്തിയാക്കി നിർത്തുവാൻ ശ്രമിക്കണമേ. കാരണം വളരെ മനോഹരമായിട്ടാണ് അവരെല്ലാവരും, ചേച്ചിമാരെല്ലാം അവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ യാത്ര വന്ന് കണ്ടുപോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ വളരെ വൃത്തിയോടുകൂടി സൂക്ഷിച്ച എല്ലാ കാലവും കൗതുകമുള്ളൊരു സ്ഥലമായി മാറും. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അവിടെ വേസ്റ്റ് ബിന്നുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ഇടാൻ ശ്രമിക്കുക. കഴിക്കുന്നതിൻ്റെ മിച്ചമുള്ള സാധനങ്ങളാണെങ്കിൽ ബാക്കിയെല്ലാം വളരെ കൃത്യമായി, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നശിപ്പിക്കാതിരിക്കുക. മറ്റുള്ളവർക്കും വന്ന് ഉപയോഗിക്കേണ്ട ഒരു ധാരണയോടുകൂടി വേണേ വരാൻ. 4 മണിക്കാറ്റിൽ വന്നിരിക്കുന്ന അവർ ഒരുപാട് കാശ് വേണ്ടി പഞ്ചായത്ത് മുടക്കിയിട്ടുണ്ട്, സംഘടന മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആസ്വദിച്ച് പോവുക. മറ്റൊരാൾക്കും വന്നിരിക്കേണ്ടതാണെന്നൊരു ചിന്ത വരുത്തുക.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയായി സൂക്ഷിക്കുവാനും ഇനി വരുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാനും പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ വരുന്ന യാത്രക്കാർ ശ്രദ്ധിക്കുക. നല്ല കാഴ്ചകൾ ഇനിയും ഉണ്ടാകട്ടെ. ഓക്കെ.